നെക്സ്റ്റ് തിയർ ആണ്. ഇഫ് സി എ കോൺട്രുവൻറ്റ് ടു സി ബി മോഡ് എൻ ആൻഡ് ജി സി ഡി ഓഫ് സി എൻ ഇസ് ഈക്വൽ ടു 1 ദെൻ എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ സി എ കോൺട്രുവൻറ്റ് ടു സി ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്ന് കാണിക്കണം. വേറെ നമുക്ക് തന്നിട്ടുണ്ട് ജി സി ഡി ഓഫ് സി എൻ എന്ന് പറയുന്നത് 1 ആണെന്ന് അല്ലേ. അപ്പോൾ സി എ കോൺട്രുവൻറ്റ് ടു സി ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ബൈ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് സി എ മൈനസ് സി ബി എന്ന് എഴുതാം അല്ലേ. വിച്ച് ഇംപ്ലൈസ് എങ്ങനെ എഴുതാൻ പറ്റും? എൻ ഡിവൈഡ് സി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ലെമ്മ, ഒരു യൂക്ലിഡ് ലെമ്മ എന്ന് പറഞ്ഞിട്ടൊരു ലെമ്മ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു യൂക്ലിഡ് ലെമ്മ പറഞ്ഞിരുന്നത്? യൂക്ലിഡ് ലെമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ഡിവൈഡ്സ് ബി സി ആൻഡ് ജി സി ഡി ഓഫ് എ ബി is equal to 1 ദെൻ എ ഡിവൈഡ്സ് സി എന്നായിരുന്നു. ഓക്കെ, എ ഡിവൈഡ്സ് ബി സി, ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അല്ലേ, ബി സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റിനെ എ ഡിവൈഡ് ചെയ്യുമെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ജി സി ഡി 1 ആവുകയും ചെയ്താൽ എ എന്തായാലും എന്ത് ചെയ്യും? സീനെയും കൂടെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്ക്, എൻ ഡിവൈഡ് സി ഇൻറ്റു എ മൈനസ് ബി, ഇവിടെ ഒരൊറ്റ ടേം ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ സി എന്നുള്ളത് ഒരു ടേം, അപ്പോൾ 1 2 അല്ലേ, രണ്ട് ടേം ആയിട്ട് മാറി. എൻ ഡിവൈഡ്സ് എന്ന് പറയുമ്പോൾ എ ഡിവൈഡ്സ് ബി സി എന്ന് കൊടുത്ത് ബീൻ്റെ പ്ലേസിൽ സി അല്ലേ, സിയുടെ പ്ലേസിൽ എന്താണ്? എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ജി സി ഡി ഓഫ് സി എൻ എന്താണെന്നും കൂടെ തന്നിട്ടുണ്ട്, 1 ആണ്. അതായത് സിൻ്റെയും എന്നിൻ്റെയും, ഇവിടെ എൻ്റെയും ബീൻ്റെയും അല്ലെങ്കിൽ ബീൻ്റെയും എൻ്റെയും ജി സി ഡി എന്താണ്? 1 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഡിവൈഡ് സി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയാൻ പറ്റും അല്ലേ. ബൈ യൂക്ലിഡ് ലെമ്മ ഇവിടെ നിന്ന് എന്ത് എഴുതാൻ പറ്റും? എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. നമ്മൾ യൂക്ലിഡ് ലെമ്മ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. എൻ ഡിവൈഡ് സി എ മൈനസ് സി ബി, എൻ ഡിവൈഡ് സി കോമൺ ആയതുകൊണ്ട് എ മൈനസ് ബി. ദെൻ ബൈ യൂക്ലിഡ് ലെമ്മ എൻ ഡിവൈഡ്സ് എ മൈനസ് ബി, ദാറ്റ് ഈസ് എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ. ഇനി ഇതിൻ്റെ കൊറോളറി ആയിട്ട് പറയുന്നതാണ്. കൊറോളറി ആയിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ എടുത്ത എൻ ഉണ്ടല്ലോ, ആ എൻ ഒരു പ്രൈം ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ. ഇഫ് സി എ കോൺട്രുവൻറ്റ് ടു സി ബി മോഡ് പി എന്നാവുക, വേർ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. ഓക്കെ, ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് സി എന്നും കൂടെ ഉണ്ട്. ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് സി, ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദെൻ എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് പി ആണെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇത് നോക്ക്, നിങ്ങൾ ജസ്റ്റ് എന്തേ പറയുന്നുള്ളൂ, സി എ കോൺട്രുവൻറ്റ് ടു സി ബി മോഡ് പി ആണ്, വേർ പി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്, പി ഡസ് നോട്ട് ഡിവൈഡ് സി അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടീഷനാണ് ഇവിടെ ഇല്ലാത്തത്? ഇവിടെ നമുക്ക് തന്നിരുന്നത് ജി സി ഡി ഓഫ് സി എന്ന് പറയുന്നത്, അതായത് ഈ സീൻ്റെയും ഇവിടെ എഴുതുന്ന ഏതാണോ അതിൻ്റെയും ജി സി ഡി 1 ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഇവിടെ ഉള്ള ഈ സീൻ്റെയും ഈ പിൻ്റെയും ജി സി ഡി എന്താണെന്ന് കിട്ടിയാൽ മതി? 1 ആണെന്ന് കിട്ടിയാൽ മതി. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പി ഡസ് നോട്ട് ഡിവൈഡ് സി തന്നിട്ടുണ്ട്. പി ഡസ് നോട്ട് ഡിവൈഡ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സി ഡി ഓഫ് പി സി എന്തായിരിക്കും? 1 ആവില്ലേ. പി ഒരിക്കലും സീനെ ഡിവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ഡിവൈസർ എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി സി ഡി ഓഫ് പി സി 1 ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ സി എ കോൺട്രുവൻറ്റ് ടു സി ബി മോഡ് പി ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ തിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി എ കോൺട്രുവൻറ്റ് ടു സി ബി മോഡ് പി ആൻഡ് ജി സി ഡി ഓഫ് പി സി is equal to 1. ദെൻ ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് പി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൊറോളറി ആയിട്ട് പറയുന്നത് ഇതാണ്. പി ഡസ് നോട്ട് ഡിവൈഡ് സി വേർ പി സി പ്രൈം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പി ജി സി ഡി ഓഫ് പി സി is equal to 1 എഴുതാം. ദെൻ പ്രീവിയസ് തിയറം എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് പി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ? നെക്സ്റ്റ് തിയർ അതുപോലെ നോക്കൂ. ഇഫ് സി എ കോൺട്രുവൻറ്റ് ടു സി ബി മോഡ് എൻ ആൻഡ് ഡി is equal to ജി സി ഡി ഓഫ് സി എൻ അല്ലേ, ദെൻ എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ബൈ ഡി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിൽ ജി സി ഡി 1 ആയിരുന്നു തന്നിരുന്നത് അല്ലേ. ഇവിടെ ഡീൻ്റെ പ്ലേസിൽ എന്തായിരുന്നു? 1 ആയിരുന്നു. ബട്ട് ഇവിടെ ഡി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ടത് എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആയിരുന്നു അല്ലേ. എൻ ബൈ ഡി അവിടെ 1 ആയതുകൊണ്ട് എൻ ബൈ 1 എന്ന് പറഞ്ഞാൽ എൻ ആയിരുന്നു. എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ആയിരുന്നു അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് പ്രൂവ് ചെയ്യണം? എ കോൺട്രുവൻറ്റ് ടു ബി മോഡ് എൻ ബൈ ഡി എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് സി എ കോൺട്രുവൻറ്റ് ടു സി ബി മോഡ് എൻ ആണെന്നുള്ളത്. ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് സി എ മൈനസ് സി ബി വിച്ച് ഇംപ്ലൈസ് എൻ ഡിവൈഡ് സി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? എൻ ഡിവൈഡ് സി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഇൻറ്റു എ മൈനസ് ബി സം മൾട്ടിപ്പിൾ ഓഫ് എൻ എന്നുള്ളതാണ് മീനിങ്. ദാറ്റ് ഈസ് സം എൻ കെ is equal to സി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം.
ഇനി നമുക്ക് തന്നിട്ടുണ്ട് ലെറ്റ് ഡി ഈസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് സി എൻ ആണ്. ഇങ്ങനെ ജി സി ഡി ഓഫ് സി എൻ എന്ന് പറയുന്നത് ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദർ എക്സിസ്റ്റ് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ്, അല്ലേ? റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് നമ്പർ കൊടുക്കാം. ഞാനിവിടെ ആർ ആൻഡ് എസ് എന്ന് കൊടുത്തു. റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ആർ ആൻഡ് എസ് സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു, അല്ലേ? ഈ സീനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിലെ സീനെയും അതുപോലെ തന്നെ എന്നിനെയും എനിക്ക് എഴുതാൻ പറ്റും, അല്ലേ? സി ഈസ് ഈക്വൽ ടു സം ഡി ആർ എന്ന് എഴുതാം, അതുപോലെ തന്നെ എൻ ഈസ് ഈക്വൽ ടു സം ഡി എസ് എന്ന് എഴുതാൻ പറ്റും, അല്ലേ? സീന ഇതിലുള്ള സീന എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ, അല്ലേ? സം ഡി ആറും എസ്സും, അങ്ങനെ രണ്ട് നമ്പറാണ് ഞാൻ സെലക്ട് ചെയ്തത്. ആ ആറും എസ്സും എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജി സി ഡി എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് സീനെയും എന്നിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ നമ്പർ 1 അത് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ്, അപ്പോൾ എന്ത് വരും? എൻ എന്നുള്ളത് എന്ത് വരും? ഡി എസ് ഇൻറ്റു കെ ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ആർ ഇൻറ്റു എ മൈനസ് ബി എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ്, ഇതിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഡി ഇവിടെ കോമൺ ആണ്, അല്ലേ? ഡി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, കാരണം ഡിവൈസറാണ്. അതുകൊണ്ട് നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് വരും? എസ് കെ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ മൈനസ് ബി എന്ന് വരും. ഇതിൽ നിന്നും എന്ത് പറയാൻ പറ്റും? എസ് ഡിവൈഡ്സ് ആർ ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും, അല്ലേ? ആൻഡ് നമുക്കൊരു കണ്ടീഷനും കൂടെ അറിയാം. ആറിൻ്റെയും എസിൻ്റെയും ജി സി ഡി എന്താണ്? 1 ആണ്. ആർ എസ് ഇസ് ഈക്വൽ ടു 1 ആണ്. ദെൻ ബൈ യൂക്ലിഡ് ലെമ്മ, ഇവിടെ നിങ്ങൾ നോക്ക്, എസ് ഡിവൈഡ്സ് രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഇത് രണ്ടിൻ്റെയും ജി സി ഡി 1 ആണെങ്കിൽ എസ് ഡിവൈഡ്സ് എന്തായിരിക്കും? എ മൈനസ് ബി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ എന്ത് എഴുതാം? എസ് ഡിവൈഡ്സ് എ മൈനസ് ബി, വിച്ച് ഇംപ്ലൈസ് ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ കോൺട്രൻറ്റ് ടു ബി മോഡ് എസ് എന്ന് എഴുതാൻ പറ്റും. എസ് എന്താണ്? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാൻ പറ്റും? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു എൻ ബൈ ഡി ആണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ കോൺട്രൻറ്റ് ടു ബി മോഡ് എൻ ബൈ ഡി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂവ് ചെയ്യേണ്ടിരുന്നത് എ കോൺട്രൻറ്റ് ടു ബി മോഡ് എൻ ബൈ ഡി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സി എ കോൺട്രൻറ്റ് ടു സി ബി മോഡ് എന്ന് എടുത്തു, അല്ലേ? അതിനുശേഷം എൻ ഡിവൈഡ് സി എ മൈനസ് സി ബി എന്ന് എഴുതാൻ പറ്റും. എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് സി ഇൻറ്റു എ മൈനസ് ബി, that is c into a minus b some multiple of n എഴുതാൻ പറ്റും. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ലെറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഡി ഈസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് സി എൻ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സിനെയും അതുപോലെ തന്നെ എന്നിനെയും നമുക്ക് സം മൾട്ടിപ്പിൾ ഓഫ് ഡി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും, അല്ലേ? അതായത് ദർ എക്സിസ്റ്റ് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ആർ ആൻഡ് എസ്, രണ്ട് നമ്പർ ഞാൻ സെലക്ട് ചെയ്തതാണ്. സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു ഡി ആർ ആൻഡ് എൻ ഈസ് ഈക്വൽ ടു ഡി എസ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ഇക്വേഷൻ നമ്പർ 1 അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഭാഗത്തും ഡി ഉണ്ടാവും. ഡി ഒരു ഡിവൈസർ, ഇതിൻ്റെ ജി സി ഡി ആയത് കാരണം തന്നെ നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലേ? ദെൻ എസ് കെ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഇതിൽ നിന്ന് എന്ത് എഴുതാം? എസ് ഡിവൈഡ്സ് ദ ഡിഫറൻസ് ആർ ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ആൻഡ് ജി സി ഡി ഓഫ് ആർ ഇസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബൈ യൂക്ലിഡ് ലെമ്മ, അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബൈ യൂക്ലിഡ് ലെമ്മ എസ് ഡിവൈഡ്സ് എ മൈനസ് ബി, ദാറ്റ് ഈസ് എ കോൺട്രൻറ്റ് ടു ബി മോഡ് എസ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻ ബൈ ഡി ആണ്. എൻ ബൈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ കോൺട്രൻറ്റ് ടു ബി മോഡ് എൻ ബൈ ഡി എന്ന് എഴുതാം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് തിയറം നോക്കൂ. ഇഫ് എ ആൻഡ് ബി ആർ പ്രൈം ടു വൺ അനദർ, the numbers a, 2a, 3 etc. b minus 1 into a leave different reminders when divided by b. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എ ബി എന്ന് പറയുന്നത് ആർ പ്രൈം ടു 1 അനദർ, അല്ലേ? ആർ പ്രൈം ടു 1 അനദർ എന്ന് പറഞ്ഞാൽ ജി സി ഡി ഓഫ് എ ബി എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ ദ നമ്പേഴ്സ് എ, 2a, 3 etc. b minus 1 into a. എ എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു 3 ആണ് എടുക്കുന്നതെങ്കിൽ 3ൻ്റെ, അല്ലേ, മൾട്ടിപ്പിൾസ് അവർ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6, 9, അങ്ങനെ അതിൻ്റെ മൾട്ടിപ്പിൾസ് ഇൻറ്റു ബി മൈനസ് 1 ഇൻറ്റു എ എന്ന് പറയുന്നത് ലീവ് ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ ബി. ബിയുമായിട്ട് നമ്മൾ ഇതിനെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് എനെ ബിയുമായിട്ടും 2എനെ ബിയുമായിട്ടും 3എനെ ബിയുമായിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്ന റിമൈൻഡർ ഡിഫറൻ്റ് ആണെന്നുള്ളതാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രൂഫ് ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ അങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ എന്തെടുക്കേണ്ടി വരും? എനെയും 2എനെയും 3എനെയും, അല്ലേ, എക്സെട്ര ബി മൈനസ് 1 ഇൻറ്റു എ, ഇതിനൊക്കെ നമ്മൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്ന റിമൈൻഡേഴ്സ് ഡിഫറൻ്റ് അല്ല, സെയിം ആണെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരുപാട് നമ്പർ എടുക്കുന്നില്ല, അതിന് പകരം ലെറ്റ് 2 നമ്പർ എടുക്കാൻ. ഇഫ് പോസിബിൾ ലെറ്റ് ആർ എ ആൻഡ് എസ് എ എന്നെടുത്തു. ഈ ആറും എസും എന്താവാം? 2 ഇൻറ്റിജേഴ്സ് ആയിരിക്കും, അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ എന്തായിരിക്കും? എന്തായാലും ബീൻ്റെ താഴെയുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആറ് അതുപോലെ തന്നെ എസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആറും എസ്സും ഒക്കെ എന്തായിരിക്കും? 2, 3 എക്സെട്ര ബി മൈനസ് 1 വരെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആറും എസ്സും എന്തായിരിക്കും? ബീൻ്റെ താഴെ വരുന്ന നമ്പർ ആയിരിക്കും, അല്ലേ? ആറായാലും എസ് ആയാലും എന്തായിരിക്കും? ബീൻ്റെ താഴെ ആയിരിക്കും, കാരണം ബി കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ 1, 2 ഇങ്ങനെ ഇവിടെ എഴുതുന്ന നമ്പറാണ് നമ്മൾ ആർ എസ് എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ആറ് ആൻഡ് എസ് എ എന്നുള്ള 2 നമ്പർ എടുത്തു. ലീവ്
സെയിം റിമൈൻഡർ എന്നെടുത്തു. സെയിം റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, ഡിവൈഡഡ് ബൈ ബി. ബി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്ന റിമൈൻഡർ സെയിം ആണെന്ന് എടുത്തു. ഇങ്ങനെ ഒരു നമ്പറിനെ അല്ലേ നമ്മൾ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്ന റിമൈൻഡർ സെയിം ആണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തിയറം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ തിയറത്തിൽ എന്തായിരുന്നു? എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ആൻഡ് ബി ലീവ്സ് ദ സെയിം റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ എൻ ഉണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ആർ എയും എസ് ആണ് രണ്ട് നമ്പർ. അപ്പോൾ എ ബി എന്നുള്ളത് എന്താണ്? ആർ എ കോൺഗ്രുവൻറ്റ് ടു അല്ലേ എന്തായിരുന്നു? എസ് എ മോഡ് ബി. ബി യു ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അവിടെ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ നമ്മൾ എഴുതിയപ്പോൾ എനെയും ബിനെയും നമ്മൾ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്ന റിമൈൻഡർ സെയിം ആണെന്നുണ്ടെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ. അങ്ങനെ ഒരു തിയറം നമ്മൾ പറഞ്ഞതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ എ ബി എന്നുള്ളത് എന്താണ്? ആർ എയും എസ് എയും ആണ്. അപ്പോൾ ഞാൻ ആർ എനെ ബി കൊണ്ടും എസ് എനെ ബി കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്ന റിമൈൻഡർ സെയിം ആണെന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബി ഡിവൈഡ്സ് ആർ എ മൈനസ് എസ് എ എന്ന് എഴുതാൻ പറ്റും അല്ലേ, വിച്ച് ഇംപ്ലൈസ് ബി ഡിവൈഡ്സ് എ ഇൻറ്റു ആർ മൈനസ് എസ് എന്ന് എഴുതാം. ദെൻ ബൈ യൂക്ലിഡ് ലെമ്മ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ജി സി ഡി ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലേ. കാരണം നമ്മൾ എടുത്തിട്ടുള്ളത് എ ആൻഡ് ബി ആർ പ്രൈം ടു 1 അനദർ എന്നാണ്. അപ്പോൾ ജി സി ഡി ഓഫ് എ ബി എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് ബി ഡിവൈഡ്സ് എ ഇൻറ്റു ആർ മൈനസ് എസ് ആൻഡ് ജി സി ഡി ഓഫ് എ ബി സി ഇതിൻ്റെ രണ്ടിൻ്റെയും ജി സി ഡി 1ഉം ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ യൂക്ലിഡ് ലെമ്മ എന്ത് എഴുതാൻ പറ്റും? ബി ഡിവൈഡ്സ് ആർ മൈനസ് എസ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്നും എന്ത് കിട്ടും? ആർ മൈനസ് എസ് കോൺഗ്രുവൻറ്റ് ടു അല്ലേ, ആർ കോൺഗ്രുവൻറ്റ് ടു എസ് മോഡ് ബി. പക്ഷേ ഇത് കറക്റ്റാണോ? നിങ്ങൾ നോക്ക്, ആറും എസ്സും ഞാൻ പറഞ്ഞു ബീൻ്റെ താഴെ വരുന്ന നമ്പറാണ്. അപ്പോൾ എന്തായാലും ആർ മൈനസ് എസ്സും എന്തായിരിക്കും? ബീൻ്റെ താഴെ വരുന്ന നമ്പർ ആവില്ലേ. ഇതിൻ്റെ താഴെ വരുന്ന ഒരു നമ്പർ ഇതിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും 3 ഡിവൈഡ് 6 ഇങ്ങനെ എഴുതുക. താഴെ എന്ത് ചെയ്യണം? വലിയ നമ്പർ. അതുകൊണ്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിൽ എഴുതുന്ന നമ്പറിനേക്കാളും ചെറുതാണ് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? എന്തായാലും എന്താണ്? തെറ്റാണ്. സിൻസ് ആർ ആൻഡ് എസ് ആർ ലെസ് ദാൻ ബി, അതുകൊണ്ട് തന്നെ ആർ മൈനസ് എസ് എന്തായിരിക്കും? ലെസ് ദാൻ ബി ആയിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് കിട്ടി? നമുക്ക് കോൺട്രഡിക്ഷൻ ആണെന്ന് കിട്ടി. കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം എന്താണ്? നമ്മൾ ആർ എനെയും എസ് എനെയും ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ സെയിം ആണെന്ന് എടുത്തത് കൊണ്ടാണ്. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ത്? ആർ എനെ എസ് എനെയും മാത്രമല്ല ഇതിലെ ഓരോ നമ്പറിനിലെ എനെയും 2എനെയും 3എനെയും എക്സെട്രാ ബി മൈനസ് 1 ഇൻറ്റു എനെയും നമ്മൾ ഈ ഒരു ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്ന റിമൈൻഡർ സെയിം അല്ല, ഡിഫറൻ്റ് ആണ്. ക്ലിയർ?